യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 39-ാം വാക്യം. യേശു പറഞ്ഞു, കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായി തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. സ്നേഹമുള്ളവരെ, കാഴ്ചയില്ലാത്തവർ കാണാൻ പോവുകയാണ്. എന്നാൽ കാഴ്ചയുള്ളവർ അന്ധരായി മാറുന്നു എന്നുള്ളതും ഒരു സൂചനയാണ്. ക്രിസ്തു വന്നത് ഇതിനു വേണ്ടിയിട്ടാണെന്ന് പറയുക. സൗഖ്യവുമുണ്ട്, എന്നാൽ രണ്ടാമത്തെ ഭാഗം ചില ജീവിതങ്ങൾ അടഞ്ഞു പോകുന്നതിനും അവൻ്റെ ജീവിതം കാരണമാവുകയാണ്. ആത്മീയ അന്ധതയെക്കുറിച്ച് ക്രിസ്തു ഓർമ്മിപ്പിക്കുകയാണ്. ചില ജീവിതങ്ങളെ വെട്ടമിട്ടാൽ അല്ലെങ്കിൽ സൗഖ്യപ്പെടുത്തിയാൽ അവന് കൃപ വരും. എന്നാൽ ചിലത് മെച്ചപ്പെടില്ല, ചിലതിൽ വ്യത്യാസം ഉണ്ടാവുകയില്ല. കാരണം എന്ന് പറയുമോ, തിന്മാത്രം അവനിൽ പതിഞ്ഞിരിക്കുകയാണ്. സാത്താൻ അവരെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. അതിനെയാണ് ആത്മീയ അന്ധത എന്ന് പറയുന്നത്. സമൂലമായ വ്യത്യാസം ജീവിതത്തിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലും കെട്ടിമുറുക്കിയിരിക്കുകയാണ്. ജീവിതത്തിൻ്റെ ഉടമയ്ക്ക് മാത്രം തിരിച്ചറിയാൻ കഴിയുന്നില്ല അവൻ കെട്ടിലാണ് എന്ന്. അവൻ വലയിലാണ് ഇരിക്കുന്നതെന്ന് അവന് മനസ്സിലാകുന്നില്ല. ക്രിസ്തു ജീവിതം മാത്രമേ നമ്മളെ വിടുവിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിയണമേ. ചില വലകളിൽ പെട്ടാലുണ്ടല്ലോ സ്നേഹമുള്ളവരെ, ആ കുരുക്കിലൊക്കെ പെട്ടുകഴിഞ്ഞാൽ തിരിച്ചു പുറത്തു വരിക അത്ര എളുപ്പമല്ല. ആദ്യം ചിലപ്പോൾ കാലൊന്നെടുത്തു വയ്ക്കും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ വളരെ പതുക്കെ ആ വലയുടെ ഭാഗമായി ഞാൻ മാറുന്നു എന്നുള്ളതാണ്. ചില മൊബൈലിലേക്ക് നമ്മൾ ചില റീൽസ് കണ്ടുപോകും. പതുക്കെ നമ്മൾ കണ്ട് തുടങ്ങിയ റീൽസ് മാറി അത് നമ്മളെ നയിക്കാനായിട്ട് തുടങ്ങും. റീൽസ് നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്ന ജീവിതം ക്രമത്തിലേക്കൊക്കെ നമ്മൾ വന്നിരിക്കുകയാണ്. മറ്റു പലതും നമ്മളെ നയിക്കുന്ന വിധത്തിലേക്ക് നമ്മുടെ ജീവിതം മാറിപ്പോയിരിക്കുന്നു. ജീവിതം തന്നെ നയിക്കുന്നത് മറ്റു പലതുമായി മാറി. മറ്റു പലതിൻ്റെയും ഉപകരണങ്ങളായി നമ്മൾ മാറി എന്നുള്ളതാണ് സ്നേഹമുള്ളവർ നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയം. ജീവിതത്തേക്ക് തിരിഞ്ഞു നോക്കണം. ഒരാത്മീയ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് ജീവിതത്തിൽ തിരിഞ്ഞു നോട്ടം വളരെ പ്രധാനപ്പെട്ടതാണ്. കെട്ടുകളിൽ നിന്ന് പുറത്തു വന്ന് ഈശോയെ നന്നായി കാണാൻ, ഈശോയെ കേൾക്കാൻ, ഈശോയുടെ സ്വരം കാണാൻ, ഈശോയുടെ അടുത്ത് നിൽക്കാൻ ഈ മനോഹരമായ ദിവസം സാധിക്കട്ടെ എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാണ് ഇന്നത്തെ ദിവസം. ആമേൻ.